തോൽവിക്ക് പിന്നാലെ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. രമ്യയുടെ പരാജയത്തിൽ നേതൃത്വത്തിന് പിഴവില്ല. സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകളാണ് വെല്ലുവിളികളായത്. മുതിർന്ന നേതാക്കൾ അടക്കം നിർദ്ദേശിച്ച കാര്യങ്ങൾ സ്ഥാനാർത്ഥി വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല. സംഘടനാപരമായി ആലത്തൂരിൽ മികച്ച പ്രവർത്തനമാണ് നടത്തിയത്. ആലത്തൂർ കൈവിട്ടുപോയതിൽ വിഷമമുണ്ടെന്നും A. തങ്കപ്പൻ പറഞ്ഞു. 100% ആലത്തൂരത്തെ തോൽവിയിൽ ദുഃഖമുണ്ട്. അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. സംഘടനയുടെ ദുർബലം കൊണ്ടല്ല തോറ്റത്. ചില പോരായ്മ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് തിരുത്താൻ കഴിഞ്ഞിട്ടില്ല. അത് നമ്മൾ അതുകൊണ്ടാണ് തോൽവി എന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷെ അത് നേതാക്കന്മാർക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് വേണ്ട പോലെ ഇതാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഉണ്ടായത്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് അരുൺ ആലത്തൂറൊപ്പം ചേരുന്നുണ്ട്. അരുൺ, രമ്യ ഹരിദാസ് കഴിഞ്ഞ തവണ പാട്ടും പാടി ജയിച്ചു, ഇത്തവണ പാടുപെട്ട് പരാജയപ്പെട്ടു. നോക്കൂ, DCC പ്രസിഡന്റാണ് പറയുന്നത്, മുതിർന്ന നേതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ പോലും രമ്യ ശ്രദ്ധിച്ചില്ല എന്ന്. ഞങ്ങളുടെ പിഴവ് കൊണ്ടല്ല, സംഘടനയുടെ പിഴവ് കൊണ്ടല്ല, രമ്യയുടെ പിഴവ് കൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന്. അതിൽ വ്യാഖ്യാനിക്കാമല്ലോ. രമ്യയുടെ പിഴവ് എന്നതിനെ രമ്യ ജയിച്ചു പോയ ശേഷം മണ്ഡലത്തെ കാര്യമായി പരിഗണിച്ചില്ലെന്നാണോ, അതോ രമ്യ പാർട്ടിക്ക് അതീതയായി മാറിയെന്നാണോ? തീർച്ചയായും രമ്യ പാർട്ടിക്ക് അതീതയായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ പറയുന്നത്. തോൽവിക്ക് പിന്നാലെയാണ് ഇപ്പോൾ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ DCC പ്രസിഡന്റ് A. തങ്കപ്പൻ രംഗത്തെത്തിയിരിക്കുന്നത്. രമ്യയുടെ പരാജയത്തിൽ നേതൃത്വത്തിന് പിഴവില്ല എന്നുള്ളതാണ് തങ്കപ്പൻ പറയുന്നത്. സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകളാണ് വെല്ലുവിളിയായത്. മുതിർന്ന നേതാക്കൾ അടക്കം നിർദ്ദേശിച്ച കാര്യങ്ങൾ സ്ഥാനാർത്ഥി വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്നും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ KPCCയെ അറിയിച്ചിട്ടുണ്ട് എന്നും തങ്കപ്പൻ പറയുന്നു. സംഘടനാപരമായി ആലത്തൂരിൽ മികച്ച പ്രവർത്തനമാണ് UDF നടത്തിയത്. എന്നാൽ ഈ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് പരാജയത്തിന് കാരണം എന്നുള്ളത് തന്നെയാണ് രമ്യയുടെ പേര് എടുത്തു പറയാതെ തന്നെ DCC പ്രസിഡന്റ് പറയുന്നത്. അതായത് ആലത്തൂർ കൈവിട്ടു പോയതിൽ വിഷമമുണ്ട് എന്ന് പറയുന്ന DCC നേതൃത്വം രമ്യ പാർട്ടിക്ക് അതീതയായി പ്രവർത്തിച്ചു. നേതൃത്വം പറയുന്നത് പലരും കേൾക്കാത്ത തരത്തിലായിരുന്നു രമ്യയുടെ പ്രവർത്തനങ്ങൾ എന്നുള്ള ഒരു വിമർശനം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പ് വേളയിലും തെരഞ്ഞെടുപ്പിന് മുൻപും ഒക്കെ KPCC നേതൃത്വത്തെ തങ്ങൾ അറിയിച്ചിട്ടുണ്ട്.